വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി പശ്ചിമബംഗാളിൽ തുടങ്ങിയ സമരം കലാപസമാനമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതിനപ്പുറം രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയിലേക്ക് അത് തീനാവുകൾ നീട്ടുന്നു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങൾ എന്ന ആദ്യ വാദത്തെ കവച്ചുവെക്കുന്നു ഇപ്പോൾ വരുന്ന വാർത്തകൾ. മുർഷിദാബാദ് പ്രഭവ കേന്ദ്രമായി പടരുന്ന അക്രമത്തിന് പിന്നിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ രാജ്യവിരുദ്ധ ശക്തികളാണ് എന്നാണ് പുതിയ നറേറ്റീവ്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് സകലതുമെന്ന് BJP ആരോപിക്കുന്നു. എന്നാൽ അതിർത്തി രക്ഷാ സേനയും ചില കേന്ദ്ര ഏജൻസികളും ചേർന്നാണ് നിലവിലെ സാഹചര്യങ്ങളുടെ രചനയെന്ന് തൃണമൂൽ തിരിച്ചടിക്കുന്നു. കിഴക്ക് എന്താണ് സംഭവിക്കുന്നത്? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. സൗത്ത് 24 പർഗാനസിലെ ഭൻഗറിലാണ് പുതുതായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കൊൽക്കത്തയിലെ വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രതിഷേധ റാലിയുടെ ഭാഗമാകാൻ പോയ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി വാഹനങ്ങൾക്ക് പ്രതിഷേധക്കാർ തീയിട്ടു. മുർഷിദാബാദിലെ അക്രമങ്ങൾക്ക് പിന്നിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെന്നാണ് BJP ആരോപിക്കുന്നത്. പുറത്തുനിന്നുള്ള അക്രമികളെ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം സഹായിച്ചെന്നും ആരോപണം. ബംഗാൾ ചീഫ് സെക്രട്ടറിയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ കൂടിക്കാഴ്ച നടത്തി. ക്രമസമാധാന ലംഘനത്തിൽ ഉടൻ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. പുറത്തുനിന്ന് അക്രമികൾ എത്തിയെന്ന BJP വാദം തൃണമൂൽ കോൺഗ്രസും തള്ളുന്നില്ല. എന്നാൽ അതിന് സഹായം ചെയ്തത് BSFും ചില കേന്ദ്ര ഏജൻസികളും രാഷ്ട്രീയ പാർട്ടികളുമാണെന്നാണ് TMC വാദം. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്താണ് മുർഷിദാബാദിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഏതാണ്ടൊരു ധാരണ എല്ലാവർക്കും തന്നെയുണ്ട്. നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിച്ചിട്ട് വരാം. മുർഷിദാബാദിൽ സംഭവിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. മുർഷിദാബാദ് ശാന്തമാകുന്നതിനിടെ ബംഗാളിലെ മറ്റു ജില്ലകളിലേക്ക് കലാപം പടരുകയാണ്. സൗത്ത് 24 പർഗാനയിലെ ഭൻഗറിൽ വ്യാപക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് കാണുന്നത്. അക്രമാസക്തമായത് വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിൻ്റെ പ്രതിഷേധമാണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാം. കൊൽക്കത്തയിലേക്ക് പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്നവരെ തടഞ്ഞത് ആണ് ആദ്യ പ്രകോപനമായത് എന്ന് പലരും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി, വാഹനങ്ങൾക്ക് തീയിടുകയുണ്ടായി. ആക്രമണത്തിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിൻ്റേത് എന്ന് പറഞ്ഞുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് പങ്കുണ്ടെന്ന് BJP ആരോപിക്കുന്നു. BJPയുടെ ആരോപണം ആ നിലക്ക് വലിയ തോതിൽ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. പിന്നിൽ ബംഗ്ലാദേശിലെ ക്രിമിനലുകളാണ് എന്ന് ഇതിനകം തന്നെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർക്ക് പങ്കെന്ന് BJP പറയുന്നു. ബംഗ്ലാദേശികളായ അക്രമികളെ തൃണമൂൽ കോൺഗ്രസ് സഹായിച്ചെന്നാണ് ആരോപണം. അക്രമികൾക്ക് മേൽ പ്രാദേശിക TMC നേതാക്കൾക്ക് നിയന്ത്രണം നഷ്ടമായെന്ന് BJP ആരോപണം ഉയർത്തുന്നു. നിരവധി ഹിന്ദു കുടുംബങ്ങൾക്ക് മാൽഡയിലേക്ക് പലായനം ചെയ്തെന്നും BJP പറയുന്നു. SSC റിക്രൂട്ട്മെന്റ് അഴിമതി മറക്കാൻ മമത വഖഫ് ബിൽ ആയുധമാക്കിയെന്നാണ് BJPയുടെ ഒരു വാദം. മുസ്ലിം പ്രീണനവും ഹിന്ദു വിരുദ്ധതയും ആരോപിച്ച് മമതയ്ക്കെതിരെ വലിയ പ്രചാരണവും ആ നിലക്ക് നടക്കുന്നുണ്ട്. ഗൂഢാലോചന ആരോപിച്ച് തൃണമൂലും തിരിച്ചടിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് അക്രമികൾ എത്തിയെന്ന BJP വാദം TMC തള്ളുന്നില്ല. അക്രമങ്ങളിൽ BSFനും ചില കേന്ദ്ര ഏജൻസികൾക്കും പങ്കെന്ന് TMC പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില രാഷ്ട്രീയ പാർട്ടികളും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് TMC നേതാവ് കുനാൽ ഘോഷ് ഇതിനകം പറഞ്ഞിട്ടുണ്ട്. BSFന്റെ സഹായത്തോടെ അതിർത്തി വഴി അക്രമികളെ മുർഷിദാബാദിലേക്ക് കടത്തി എന്ന ആക്ഷേപം തൃണമൂലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. കുഴപ്പങ്ങൾ സൃഷ്ടിച്ച ശേഷം തിരികെ പോകാൻ സുരക്ഷിതമായ വഴി ഈ BSF സംഘം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായുള്ള ആളുകൾ ഒരുക്കി എന്നും തൃണമൂൽ ആരോപിക്കുന്നു. അക്രമികളിൽ പ്രദേശവാസികൾക്ക് പരിചിതരായവർ തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് TMC ഇതിന് തെളിവായിട്ട് പറയുന്നത്. മുർഷിദാബാദ് അതിർത്തികളിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് കേന്ദ്രം. ഇത്രയുമാണ് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിനകം തന്നെ ക്രമസമാധാന പ്രശ്നത്തിൽ മമതാ സർക്കാരിനോട്. വഖഫ് നിയമ ഭേദഗതി പാസ്സായത് മുതൽ ബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. മുർഷിദാബാദിൽ അക്രമ സംഭവങ്ങളുടെ തുടക്കം ഏപ്രിൽ 8-ാം തീയതിയാണ് എന്ന് നമുക്ക് അറിയാം. മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമാവുകയായിരുന്നു എന്നാണ് ഇതിനകം വന്ന വിവരങ്ങൾ. ഏപ്രിൽ 11-ാം തീയതി ധൂലിയനിൽ ദേശീയപാത ഉപരോധത്തിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടുകയായിരുന്നു. സുതി, ധൂലിയൻ, ജംഗിപൂർ, ഷംസേർഗഞ്ച് പ്രദേശങ്ങളിൽ വ്യാപക ആക്രമണമുണ്ടായി. ഇപ്പോഴും അക്രമം അവിടെ തുടരുകയാണ് എന്ന ചില വാർത്തകളുണ്ട്. ഹോട്ടലുകൾക്കും വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. 150-ലേറെ പേർ ആകെ അറസ്റ്റിലായിട്ടുണ്ട്. ഷംസേർഗഞ്ചിൽ 2 CPM പ്രവർത്തകരടക്കം 3 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇതിനകം നമ്മുടെ മുന്നിലുള്ളതാണ്. കൊല്ലപ്പെട്ടത് CPIM പ്രവർത്തകരായ ഹർഗോബിന്ദ് ദാസും മകൻ ചന്ദൻ ദാസും ആണ്. അവിടേക്ക് നേരത്തെ CPM നേതാക്കളൊക്കെ സന്ദർശനം നടത്തിയിരുന്നു. സമാധാന പ്രവർത്തനത്തിനിറങ്ങിയ പ്രവർത്തകരെ അക്രമികൾ കൊലപ്പെടുത്തിയെന്നാണ് CPIM നേതാക്കൾ അതേക്കുറിച്ച് പറയുന്നത്. സംഘർഷബാധിത മേഖലകളിൽ നിരോധനാജ്ഞ, ഇന്റർനെറ്റ് സേവനം നിർത്തിവെക്കുകയും ചെയ്തു.
ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് ആവർത്തിച്ച് മമത ഇപ്പോഴും രംഗത്തുണ്ട്. കലാപത്തിന് പ്രേരണ നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മമത പറയുന്നു. നിയമം നടപ്പാക്കില്ല എന്ന നിലപാടാണ് അവർക്കുള്ളത്. ഹർഷൻ, ഇതിപ്പോൾ ദുഃഖകരമാണ്. നമ്മുടെ നാട്ടിൽ വഖഫ് ഒരു രാഷ്ട്രീയ പ്രശ്നമാണെങ്കിൽ അവിടെ ഒരു വർഗീയ പ്രശ്നമായിട്ട് വലിയ തോതിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ അത് പരിഹരിക്കാനാവുന്ന കാര്യമാണ്. വർഗീയ പ്രശ്നം പക്ഷേ ആളുകളുടെ മരണത്തിലും കൊലപാതകങ്ങളിലേക്കുമൊക്കെ ചെന്നെത്തിയിട്ട് ഭീതിതമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറുമല്ലോ. എന്താ യഥാർത്ഥത്തിൽ എങ്ങനെയാണത് പരിഹരിക്കാനാവുക? സനീഷ, അത് ഇവിടെയും രാഷ്ട്രീയ പ്രശ്നമാണ്, അവിടെയും രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം ഈ മട്ടിലൊക്കെ അങ്ങ് തീരും. രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുമെങ്കിലും വർഗീയ കലാപങ്ങളുടെ സ്വഭാവത്തിലേക്ക് ആ കാര്യങ്ങൾ പോകാറില്ല. വളരെ അപൂർവമായാണ് കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. പക്ഷേ അവിടെ ബംഗാളിൻ്റെ ചരിത്രം തന്നെ നമുക്കറിയാമല്ലോ. എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളിലും ഒരു വർഗീയ കലാപം ഉണ്ടാവുന്ന ഒരു പതിവ് പണ്ടവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 10-30 കൊല്ലം അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാതെ സംരക്ഷിച്ചു എന്ന് CPIM അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഈ പറഞ്ഞ വർഗീയമായ ഒരു ചേരിതിരിവ് അവിടെ പ്രകടമായി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇവിടെ ഇപ്പോഴും രാഷ്ട്രീയമായ പദ്ധതി തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എന്താണ് ഇന്നിപ്പോൾ മുനമ്പത്ത് നടന്ന പരിപാടി എന്താണ്? നന്ദി മോദി എന്ന പരിപാടിയാണ് അവിടെ നടന്നത്. അതായത് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കുന്നു, അതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അവിടെ പശ്ചിമ ബംഗാളിൽ നോക്കിയാൽ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാകും. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല്, ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊരു ബില്ല് അവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുക. അത് തന്നെ ബംഗാളിൽ സംഭവിച്ചു. പക്ഷേ അത് അങ്ങേയറ്റം വർഗീയമായി ചേരിതിരിഞ്ഞുകൊണ്ടുള്ള കലാപസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെ ഈ തീവ്രവർഗീയവാദികളായ മുസ്ലിം സംഘടനകൾ, ഇസ്ലാമിസ്റ്റ് സംഘടനകൾ തന്നെ ആദ്യഘട്ടത്തിൽ അവിടെ പ്രചാരണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ പ്രചാരണത്തിൻ്റെ തുടർച്ചയിൽ തന്നെ ചേരിതിരിയുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായി സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിൽ ആദ്യം വെടിയേറ്റ് മരിക്കുന്നത് ഈ ഇജാസ് അഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന 17 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനാണ്. അതിന് പിന്നാലെയാണ് നേരത്തെ സനീഷ് സൂചിപ്പിച്ച പോലെ ഈ ഹർഗോവിന്ദ് ദാസും ചന്ദ്രദാസും, ഈ 2 CPIM പ്രവർത്തകർ പിന്നീട് കൊല്ലപ്പെടുന്നത്. ഇവർ CPIM പ്രവർത്തകർ എന്ന മട്ടിൽ തന്നെ കൊല്ലപ്പെട്ടതാണോ, അതല്ല വർഗീയ സ്വഭാവത്തിൽ ഉള്ള ഒരു കൊലപാതകമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ വേറെ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അവിടെ 3 കൊലപാതകങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ അവിടെ. ഇത് ആർക്കാണ് ഗുണം ചെയ്യുക, ആരൊക്കെയാണ് ഇതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന് പരിശോധിച്ചാൽ ഇവിടെ ഒരറ്റത്ത് നിൽക്കുന്ന സംഘടന എന്ന് പറയുന്നത് ഈ പറയുന്ന അബ്ബാസ് സിദ്ദിഖിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. അബ്ബാസ് സിദ്ദിഖിയുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് BJPയുടെ ശിങ്കിടിയാണ്, OWൈസിയെ പോലെ എന്നാണ് അവർ. കാരണം സെക്യുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സംഘടന എന്ന്, ഇസ്ലാമിസ്റ്റുകളുടെ വലിയ പിന്തുണ അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുപക്ഷം പോലും അവരുമായിട്ട് സഹകരിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നതുമാണ് കേട്ടോ. പക്ഷേ എന്തായാലും ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ള ആരോപണം തൃണമൂൽ ഉന്നയിക്കുകയും അവർ സമരം പരിപാടികളുമായി രംഗത്തിറങ്ങുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് BJP ആരോപിക്കുന്നത് എന്താണ്? തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മമതാ ബാനർജി വാടകയ്ക്കെടുത്ത അക്രമി സംഘം, ബംഗ്ലാദേശിൽ നിന്ന് വാടകയ്ക്കെടുത്ത അക്രമി സംഘം ഇവിടെ വന്ന് അക്രമം കാണിച്ചിരിക്കുന്നു. ചില്ലറ ആരോപണമല്ല, അതിർത്തി കടന്ന് ഇപ്പുറത്ത് വന്നവരാണ് ഈ കലാപം നടത്തിയിരിക്കുന്നത്. അത് അവസാനം മമതയുടെ കൈവിട്ടു പോയതാണെന്ന് അമിത് മാളവ്യ തന്നെ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ദേശീയ തലത്തിൽ മറ്റൊരു നെറേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള ശ്രമം, അതിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ടൈംസ് ഓഫ് ഇന്ത്യയും ന്യൂസ് 18 അടക്കമുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് ഇത് ദേശത്തിന് വലിയ രാഷ്ട്ര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന തരത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അടിസ്ഥാനപരമായി 2026 തെരഞ്ഞെടുപ്പ് എന്നത് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യമായി ഈ സംഘർഷങ്ങളുടെ എല്ലാം അടിത്തട്ടിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ BJPയുടെ അവിടുത്തെ മുദ്രാവാക്യം എന്താണ്? ഹിന്ദു ഹിന്ദു ഭായ് ഭായ് 24 ബാർ BJP ചായ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നേരിട്ട് വർഗീയമായ ഒരു മുദ്രാവാക്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വയ്ക്കുന്നത്. ഹിന്ദു ഹിന്ദു ഭായ് ഭായ്, ഹിന്ദു വോട്ട് മതി. അവിടെ തൃണമൂലിൻ്റെ അടുത്തേക്ക് മുസ്ലിം വോട്ടുകൾ പോയിക്കോട്ടെ, അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും സെക്യുലർ വോട്ടുകൾ ഭിന്നിച്ച് പോയിക്കോട്ടെ. ഹിന്ദു ഹിന്ദു ഭായ് ഭായ് അതായത് ഈ പറയുന്നത് എന്താണ്? 24 ബാർ എന്ന് പറഞ്ഞാൽ 2026 BJP വരണം എന്നുള്ളതാണ്. അതിനകത്ത് ഹർഷൻ പറഞ്ഞെടുത്തത് ഞാൻ ആരംഭിക്കാം. അതായത് ഒരു വർഗീയ കലാപത്തിലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമായിട്ട് കൊല്ലപ്പെടില്ല. ഒരു മതവിഭാഗത്തിൽ, ഒരു മതവർഗീയ പ്രശ്നത്തിലും, അതായത് ലോകത്തെവിടെയെങ്കിലും ഈ വർഗീയമായിട്ടുള്ള പ്രശ്നം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ മാത്രമായിട്ട് കൊല്ലപ്പെടില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെടും. എന്ന് മാത്രമല്ല, മതപരമായിട്ട് സ്വന്തം സ്വത്തും തിരിച്ചറിയുന്ന മനുഷ്യർ മാത്രമല്ല കൊല്ലപ്പെടുക. ഇന്ന മതത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് മറ്റുള്ള ആളുകൾ വെട്ടിയും തല്ലിയും കൊല്ലുകയാണ് ചെയ്യുക. ആളുകൾക്ക് കൂട്ടമായിട്ട് ഭ്രാന്തിളകുന്നൊരു സംഭവമാണ് ഈ വർഗീയ പ്രശ്നങ്ങൾ. അവിടെ യഥാർത്ഥത്തിൽ നേതാക്കളും മറ്റും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സംവിധാനങ്ങളും മറ്റും ചെയ്യേണ്ടത്, അവരിൽ നിന്ന് ആ
മതവർഗീയതയുടെ ഭ്രാന്തിനെ ഒഴിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുക എന്നതാണ്. പക്ഷേ കേരളത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്, കേരളത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ഉണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഛായ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നേതാക്കൾ ഏത് രാഷ്ട്രീയ പക്ഷത്തുള്ള ആളുകളാണെങ്കിലും അതിനകത്ത് മതവർഗീയ ഭ്രാന്തിനെ റിമൂവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളും നടത്തുക. എന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കാനാണ് ശ്രമിക്കുക. പക്ഷേ അവിടെ എങ്ങനെ നോക്കിയാലും കാണുന്നത്, മാധ്യമങ്ങളിൽ കാണുന്നത് മതപരമായിട്ട് തന്നെയുള്ള പ്രസ്താവനകൾ ആവർത്തിച്ച് വരുന്നു എന്നുള്ളതാണ്. അതായത് ഹിന്ദുക്കളെ വല്ലാത്തോതിൽ നാട്ടിൽ നാടിച്ചോടിക്കുകയാണ് എന്നത് വസ്തുതയാണ്. അവിടെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ടെന്ന് BJP പക്ഷവും പറയുന്നുണ്ട്, തൃണമൂൽ പക്ഷവും പറയുന്നുണ്ട്. രണ്ടുപേർക്കും രണ്ട് കാരണങ്ങളാണെങ്കിലും പക്ഷേ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിനെ പരിഹരിക്കുന്നതിന് പകരം ഇവർ മതപരമായിട്ട് തന്നെയും മനുഷ്യരെ വിഭജിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്ന തോന്നലാണ് നമുക്കുണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ ആകെ തന്നെയും എഴുതുന്നത് കണ്ടാൽ ഏതെങ്കിലും ഒരു പക്ഷം മാത്രം ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് എന്ന തോന്നലാണ് ഉണ്ടാവുക. അത് രാഷ്ട്രീയ പക്ഷങ്ങൾ, പ്രത്യേകിച്ചും മതം അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പക്ഷങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷേ മാധ്യമങ്ങൾ കൂടെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ദുഃഖകരമാണ്. ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ കേരളത്തിലെ BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പേജിന് താഴെ അദ്ദേഹം ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകൾ, ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന, സംഘർഷം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ മൂർഷിദാബാദിൽ ഹിന്ദു സഹോദരങ്ങളെ അടിച്ചോടിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നതാണ് ഇസ്ലാം തീവ്രവാദികളായിട്ടുള്ള ആളുകൾ എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് താഴെ ഒരുപാട് ആളുകൾ എഴുതിയിരിക്കുകയാണ്, ഇത് ശ്രീ ഗോപാലകൃഷ്ണൻ, ഇത് അത്തരം ദൃശ്യങ്ങളല്ല, ഇത് മൂർഷിദാബാദിലെ ദൃശ്യങ്ങളല്ല, ഇത് ബംഗ്ലാദേശിൽ ഇസ്ലാമിലെ തന്നെ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യങ്ങളാണ്, നേരത്തെയും ഇത് വന്നതാണെന്നൊക്കെ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം 5 മണിക്കൂറായിട്ട് ഇത് പിൻവലിച്ചതായിട്ട് കാണുന്നില്ല. എനിക്കറിയില്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് അതായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നതായിരിക്കും ശരി എന്ന ധാരണയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ ഇത് കൂടുതൽ ഭീകരമായിട്ട്, തീക്ഷ്ണമായിട്ട് കത്തിപ്പടരാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നേതൃത്വം, അതും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭാഗമായിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ തന്നെയും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നതെന്ന് തോന്നലാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകുന്നത്. അത് താഴേക്ക് വരട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാനേ നമുക്ക് പറ്റൂ. വഖഫ് നിയമ ഭേദഗതി പ്രക്ഷോഭം തിരികൊളുത്തിയ മൂർഷിദാബാദ് അക്രമങ്ങൾ കൈവിട്ട് വലുതാകുമോ എന്നിപ്പോൾ രാജ്യം ഭയക്കുകയാണ്. തീവ്ര ഇസ്ലാമിസ്റ്റ് കക്ഷികളുടെ വൈകാരികതയാണ് പ്രതിഷേധത്തെ അക്രമ വഴിയിലേക്ക് എത്തിച്ചത്. അതിപ്പോൾ വഖഫുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലങ്ങളിലേക്കാണ് വളരുന്നത്. ഇന്ത്യ 4096 കിലോമീറ്റർ ദൂരം അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിൽ നിന്ന് രാഷ്ട്രവിരുദ്ധ ശക്തികൾ മേഖലയിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്ന വാർത്ത സത്യമെങ്കിൽ രാജ്യം ഭയക്കണം. ഇതിൽ BSFനും കേന്ദ്രത്തിനും പങ്കെന്ന അതിഗുരുതര ആരോപണം ആ സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് ഉന്നയിക്കുന്നത്. തന്ത്രപ്രധാന സിലിഗുരി ഇടനാഴിയിലെ ബംഗ്ലാദേശ് ഉപജാപങ്ങൾ പോലും ഈ അവസരം മുതലാക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ട നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. സമരാവശ്യങ്ങളെ, സമരരൂപം അട്ടിമറിക്കുന്നതാണ് മൂർഷിദാബാദിൽ കാണുന്നത്. കേരളത്തിലെ കാര്യം നോക്കൂ. വിമർശനമുയർന്നപ്പോൾ മതരാഷ്ട്രവാദികളുടെ ചിത്രങ്ങൾ സമരമുഖത്ത് നിന്ന് ഒഴിവാക്കി ഇവിടെ സമരം ചെയ്യുന്ന മാതൃകകൾ പക്വത കാണിച്ചു. അത്തരം പക്വത മൂർഷിദാബാദിലെ വഖഫ് സമര മുന്നണിയിലുള്ളവരും കാണിക്കട്ടെ എന്ന് RDS ആഗ്രഹിക്കുന്നു. കലാപത്തിലേക്ക് കാര്യങ്ങൾ വളരാതിരിക്കട്ടെ, സംവിധാനങ്ങൾ ഉത്തരവാദിത്തം കാട്ടട്ടെ. സുവർണാവസരം കാത്തിരിക്കുന്നത് ഏത് ശക്തികളാണെങ്കിലും അവർ തോറ്റുപോകട്ടെ.